നമസ്കാരം. സുകുമാരക്കുറുപ്പ് എന്ന പേര് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി മലയാളികൾക്ക് സുപരിചിതമാണെന്ന് പറയുമ്പോൾ കുപ്രസിദ്ധമായ രീതിയിൽ സുപരിചിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം രക്ഷപ്പെട്ട് കളഞ്ഞ ഇയാളെ ഇന്നോളം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ എവിടെയാണുള്ളതെന്നോ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഇപ്പോഴും ആശയക്കുഴപ്പം നിലവിൽ നിൽക്കുമ്പോഴാണ് സുകുമാരക്കുറുപ്പിനെ തങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള അവകാശവാദങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തുന്നത്. ഇയാളൊരു സന്യാസിയായി ജീവിക്കുന്ന കാലത്ത് താൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഒരാൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിലെല്ലാം തന്നെ ഏറ്റവും ആധികാരികമായി നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പോലീസ് വിശ്വസിക്കുന്നത്, രത്നമ്മ എന്ന മലയാളി നേഴ്സ് അവർ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ 1988 ഈ സുകുമാരക്കുറുപ്പ് അവിടെ ജോഷി എന്നുള്ള പേരിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ്. കേരള പോലീസും വിശ്വസിക്കുന്നത് ഈ രത്നമ്മയുടെ വെളിപ്പെടുത്തലാണ് ശരി എന്നാണ്. ഇനി നമുക്ക് സുകുമാരക്കുറുപ്പിൻ്റെ പൂർവ്വ ചരിത്രത്തിലേക്കും അയാൾ എന്താണ് ചെയ്തത് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട് സ്വദേശിയായ ഇയാളുടെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണക്കുറുപ്പായിരുന്നുവെന്നും പ്രിഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് എയർഫോഴ്സ് ജോലി കിട്ടി. അവിടുത്തെ ജോലി ഇയാൾക്ക് തുടരാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷം താൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ടെലഗ്രാം അയച്ചു വന്നു. അത് പിന്നീട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് മനസ്സിലായി എന്നുമാണ് ഒരു വാദം. പിന്നീട് ഇയാൾ സുകുമാരക്കുറുപ്പ് എന്നുള്ള പേരിൽ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി അന്നത്തെ കാലത്ത് വിദേശത്തേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അബുദാബിയിലും മറ്റും ജോലി ചെയ്യുന്ന സമയത്താണ് ഇയാൾ വിവാഹം കഴിച്ചത്. ഈ ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്നുള്ള പേരിൽ ആൾമാറാട്ടം നടത്തി, തട്ടിപ്പ് നടത്തി, ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ച് ഇയാളുടെ പല കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തൻ്റെ നാട്ടിൽ പോയി ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി തന്നെ ആയിരിക്കാം ഇയാൾ 1984 കേരളത്തിലേക്ക് ഇയാളുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇയാളുടെ 1-2 സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള ഒരാളിനെ തേടി അവർ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു രാത്രി സുകുമാരക്കുറുപ്പുമായി വളരെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയായ ചാക്കോ, ഇദ്ദേഹം ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. തൻ്റെ ജോലി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ബസ് നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് വാഹനങ്ങൾ അധികം ലഭ്യമല്ലായിരുന്നൊരു കാലത്തായിരുന്നു എന്ന് ഓർക്കണം. ഇവർ കാറിൽ വരുന്നതും രൂപസാദൃശ്യം കൊണ്ട് തന്നെ ചാക്കോയ്ക്ക് ഇവരുടെ കാറിൽ ലിഫ്റ്റ് കൊടുക്കുകയും വഴിയിൽ വെച്ച് ചാക്കോയെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ഈ കാറോടുകൂടി ഇതിൻ്റെ മൃതദേഹം ഇതിനകത്തിട്ട് കത്തിക്കുകയായിരുന്നു. എന്നിട്ട് സുകുമാരക്കുറുപ്പ് മരിച്ചതായിട്ടാണ് ആദ്യം പ്രചാരണം കൊടുത്തത്. എന്നാൽ മരണ വീട്ടിലെത്തിയ പലർക്കും സംശയം വന്നിരുന്നു. കാരണം അവിടെ ആപ്പാടെ ഒരു ഉല്ലാസഭരിതമായ അന്തരീക്ഷമാണ് കണ്ടത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സുകുമാരക്കുറുപ്പ് മരിച്ചോ എന്ന് പോലും പലർക്കും സംശയം തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം ആകെ തകിടം മറിയുന്നത്. ആദ്യം സുകുമാരക്കുറുപ്പ് മർഡർ കേസ് എന്ന പേരിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ പിന്നീട് ഇത് ചാക്കോ മർഡർ കേസ് എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. ഏതായാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ സുകുമാരക്കുറുപ്പ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. 1984 ഈ സംഭവം നടക്കുമ്പോൾ അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു, വയലാർ രവി ആയിരുന്നു ആഭ്യന്തരമന്ത്രി. അന്ന് സർക്കാരിന് നേരെയൊക്കെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നൊരു സംഭവം കൂടിയായിരുന്നു. കാരണം ഇയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും അന്ന് അമ്പരപ്പിച്ചത്. ഒരുപക്ഷെ ഇന്നത്തെ പോലെ അത്രയും സാങ്കേതികമായ കാര്യങ്ങൾ കേസന്വേഷണത്തിനും മറ്റും വിനിയോഗിക്കാൻ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ ആകാം ഇയാൾ ഒരുപക്ഷെ അന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. എന്നാൽ ഇയാളെ കൂട്ടാളികളെ പോലീസ് കൃത്യമായി പിടികൂടിയിരുന്നു, അവരെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പ് മാത്രം മറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ പലരും പറയുന്നത് ഇയാൾ പലതവണ ഇയാളുടെ വീട്ടിൽ വന്നുപോയി എന്നാണ്. സുകുമാരക്കുറുപ്പ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തിൻ്റെ ആകൃതി മാറ്റിയതായി അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ ഇയാളുടെ കുടുംബത്തിൽ നടന്ന ചില ചടങ്ങുകൾ പങ്കെടുക്കാനായി സുകുമാരക്കുറുപ്പ് അവിടെ എത്തിയിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ ആധികാരികമായി യാതൊരു തെളിവുമില്ല. ഇപ്പോൾ പോലീസ് വീണ്ടും ഈ കേസ് അന്വേഷിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിലെ IG അജിതാ ബീഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത് ഈ കേസ് അവസാനിപ്പിക്കാനാണോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണെങ്കിൽ ഈ കേസ് അവസാനിപ്പിക്കാനല്ല, ഈ കേസിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പോലീസ് വിശ്വസിക്കുന്നത് ഈ കൂട്ടത്തിൽ രത്നമ്മ എന്ന ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആശുപത്രി നേഴ്സായിരുന്ന വ്യക്തി നൽകുന്ന വിശദീകരണം തന്നെയാണ് എന്നാണ്. ഒരുപക്ഷെ ഇതിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കാം ഇനി അങ്ങോട്ടുള്ള അന്വേഷണം പുരോഗമിക്കുക. ഇയാൾ അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായി ഇയാൾ 3-4 വർഷം ആ ഭാഗത്തൂടെയെങ്കിലും താമസിച്ചിരുന്നിരിക്കാം എന്നുള്ളത് ഉറപ്പാണ്. ഇയാൾ പക്ഷേ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക, അല്ലെങ്കിൽ ലോഡ്ജ് മുറി താമസിച്ചിരിക്കും, കുടുംബം ഉണ്ടായിരുന്നോ അറിയില്ല. ഏതായാലും ആ ഭാഗത്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ ഒരു പക്ഷേ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യവും ഇപ്പോഴും ആർക്കും വ്യക്തവുമല്ല. രത്നമ്മ പറയുന്നതനുസരിച്ച് 1988 ഇയാൾ നെഞ്ചുവേദനയെ തുടർന്ന് ഈ ആശുപത്രിയിലെത്തിയത്. എന്നാൽ നേഴ്സ് എന്നുള്ള രീതിയിൽ ഇയാളെ പരിചരിക്കുന്നതിനിടെ മലയാളി എന്നുള്ള നിലയിൽ സംസാരിച്ചപ്പോൾ തങ്ങൾ ഏതാണ്ട് ഒരു നാട്ടുകാരാണ് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ
ഇയാൾ ഒരുപക്ഷെ അവിടെ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടതാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ സുകുമാരക്കുറുപ്പ് ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയുകയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുന്നത് സുകുമാരക്കുറുപ്പിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. എന്നാൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാൻ ഏറ്റവും എളുപ്പം അയാളുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ സുകുമാരക്കുറുപ്പ് ചാക്കോയെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഈ സംഭവം നിരവധി സിനിമകൾക്ക് ഇത് വൃത്തമായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ NH-47 എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. അതുപോലെ കുറുപ്പ് എന്നുള്ള പേരിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമയുണ്ട്. ഇങ്ങനെ നിരവധി സിനിമകൾ പോലും ഈ സംഭവത്തെ ആസ്പദമാക്കി വന്നിട്ടുണ്ട്. ഈ സുകുമാരക്കുറുപ്പ് പലപ്പോഴും പല സിനിമകളിലും ഈ കാണാതായ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ പരാമർശ വിധേയം പോലും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സുകുമാരക്കുറുപ്പിനെ അയാളെ പിടിക്കാൻ തന്നെയാണ് കേരള പോലീസ് വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. എത്ര വർഷം കഴിഞ്ഞാലും ഒരുപക്ഷെ ഒരു കുറ്റവാളിയെ പിന്നീട് അവർക്ക് പിടികൂടാൻ കഴിയും. കേരള പോലീസിന് കൃത്യമായ അന്വേഷണ രീതികളുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെയല്ല, ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടെങ്കിൽ അയാളെ പിടികൂടാൻ കഴിയും. അതല്ല, അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്, ഇയാൾ എവിടെയായിരുന്നു ഉള്ളിൽ പാർപ്പിച്ചിരുന്നത്, ഇയാൾ ആരുടെ കൂടെയാണ് താമസിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇപ്പോഴും ഈ സുകുമാരക്കുറുപ്പ് ഒരു പ്രഹേളിയായി നമ്മളുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇയാൾ എവിടെ പോയി മറഞ്ഞു എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്.